നമ്മുടെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഹക്കീക്ക അറക്കൽ വളരെ മഹത്തായ സുന്നത്തായ കർമ്മമാണ്. ഈ ഉളിയത്തിനോട് കൂടെ ഹക്കീക്കയുടെ കരുതിക്കൊണ്ട് അറക്കൽ രണ്ടിൻ്റെയും കൂലി ലഭിക്കും. ഹക്കീക്ക അറക്കുക എന്നത് ഒളിയത്ത് പറഞ്ഞതുപോലെ തന്നെ വളരെ പുണ്യമായ ഒരു കാര്യമാണ്. ഹക്കീക്ക അറക്കൽ സുന്നത്തായ ആളുകൾക്ക് ഹക്കീക്ക എന്ന് പറയുന്നത് അറക്കൽ ഒന്ന് രക്ഷിതാവിൻ്റെ സുന്നത്തുണ്ട്, ഒന്ന് അവനവനുള്ള സുന്നത്തുണ്ട്. രണ്ട് സാഹചര്യങ്ങളുണ്ട് ഹക്കീക്ക അറക്കുന്നിടത്ത്. ഒരു കുഞ്ഞ് പ്രസവിച്ചിട്ട് ഉമ്മയുടെ നിഫാസ് കഴിയുന്നതിന് മുമ്പ്, അഥവാ ഒരു 60 ദിവസം, ഈ 60 ദിവസത്തിൻ്റെ മുമ്പായി ഇദ്ദേഹത്തിന് ഹക്കീക്കത്ത് അറക്കാൻ ആവശ്യമാകുന്ന സമ്പത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഉപ്പാക്ക് അത് സുന്നത്താവുന്നുള്ളൂ. ആ സമയത്തിൽ കഴിവില്ലാത്ത ആളായിരിക്കും. ചിലപ്പോൾ പലരും ഫസ്റ്റ് പ്രസവം മറ്റൊക്കെ ആകുമ്പോൾ വലിയ ജോലികളൊന്നും ഇല്ലാത്തവരായിരിക്കും. അവർ കടക്ക വാങ്ങിയിട്ട് നിൽക്കിയിരിക്കും. ആ സമയത്തിൽ അവർക്ക് ഹക്കീക്കത്ത് സുന്നത്താവുന്നില്ല. എന്നാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ കുട്ടിയുടെ പേരിൽ ഹക്കീക്കത്ത് അറക്കാൻ അവർക്ക് സാഹചര്യം വരുന്നില്ല. പിന്നെ അവർ 4 വർഷം 5 വർഷം കഴിഞ്ഞാൽ അറക്കാന്നുണ്ടെങ്കിൽ സാധിക്കില്ല. അതേ സമയത്തിൽ അപ്പോൾ കഴിവുണ്ടായിട്ട് അറക്കാത്ത ആളുകൾ, ഒരുപക്ഷെ അവൻ്റെ സമ്പത്ത് അവൻ്റെ കയ്യിലെത്താത്തത് കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടോ ഒക്കെ അറക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഈ ഒളിഹ്യത്തിൽ ഒരു ഷെയർ വാങ്ങിക്കൊണ്ട് അവർക്ക് അറക്കാം. ഒളിഹ്യത്തിൻ്റെ മൃഗത്തിൽ. പക്ഷേ ഒളിഹ്യത്തിൻ്റെ ഷെയർ വേറെ ആയിരിക്കണം, പിന്നെ ഹക്കീക്കൻ്റെ ഷെയർ വേറെ ആയിരിക്കണം. ഇനി ഹക്കീക്ക് മാത്രം ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു ഓഹരി വാങ്ങുക, അത് തൻ്റെ കുട്ടിയുടെ ഹക്കീക്കാണെന്ന് കരുതുക. പിന്നെ അതിൽ ഒളിഹ്യത്തിന് നിയ്യത്ത് വെക്കരുത്. ഒളിഹ്യത്തിന് നിയ്യത്ത് വെക്കുകയാണെങ്കിൽ 2 ഷെയർ വാങ്ങണം. ഒരു ഷെയർ ഒളിഹ്യത്തിനും ഒരു ഷെയർ ഹക്കീക്കത്തും അങ്ങനെ വാങ്ങണം. അല്ലെങ്കിൽ ഹക്കീക്കക്ക് മാത്രം, ബാക്കിയുള്ള ആളുകൾ അത് ഷെയർ കൂടിയ ബാക്കിയുള്ള ആളുകളൊക്കെ ഒളിഹ്യത്തായിരിക്കും. ഇവൻ 7 ആളുകളിൽ ഒരാളായിട്ട് ഓൻ 7 വാങ്ങുന്നു. എന്നിട്ട് ഇവൻ്റെ കുട്ടിയുടെ പേരിൽ ഹക്കീക്ക നിയ്യത്ത് വെക്കാം. ഇനി അതുപോലെ തന്നെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഏതാളുകൾക്കും സ്വന്തമായി ഒളിഹ്യത്ത് അറക്കാം. അപ്പോൾ നമുക്കൊക്കെ നമ്മുടെ പേരിൽ അറുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അറക്കാം. കാരണം നമ്മളൊക്കെ ഉപ്പാർക്ക് ചിലപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ അറക്കാനുള്ള കഴിവുണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളെ പേരിൽ നമുക്ക് ഈ പ്രായപൂർത്തിയായ ഏതാളുകൾക്കും അറക്കാം. അവരുടെ സമ്മതപ്രകാരം ഉപ്പാക്കും അറക്കാം. ഉപ്പാക്കും നല്ല ആർക്കും അറക്കാം. ഇപ്പോൾ ഞാൻ സമ്മതം തന്നാൽ എൻ്റെ ആക്കിയിട്ട് നിങ്ങൾക്ക് അറക്കാൻ മറച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഏതാളുകൾക്കും അറക്കാം. അപ്പോൾ ഈ പ്രായപൂർത്തിയായ ആൺകുട്ടികളോ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് വാപ്പ സമ്മതം വാങ്ങിയിട്ട് ഇപ്പോൾ വാപ്പാക്ക് വേണമെങ്കിൽ അറക്കാം. അല്ലെങ്കിൽ തൻ്റെ ഭാര്യയോട് സമ്മതം വാങ്ങിയിട്ട് ഭാര്യൻ്റെ പേരിൽ അറക്കാം. മാതാപിതാക്കളോട് സമ്മതം വാങ്ങിയിട്ട് അവർക്കൊന്നും ചിലപ്പോൾ പ്രായമുള്ളവർക്ക് അറുത്തിട്ടുണ്ടാവില്ല ഹക്കീക്ക, അവരോട് സമ്മതം വാങ്ങിയിട്ട് അവരുടെ പേരിൽ അറക്കാം. ഇനി സ്വന്തമായിട്ട് അറുത്തിട്ടില്ലെങ്കിൽ അതും അറക്കാം. അപ്പോൾ പക്ഷേ എത്ര ഹക്കീക്കളാണ് ചെയ്യണമെങ്കിൽ അത്ര ഷെയർ വാങ്ങണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നിൽ നമ്മൾ ചേരുകയാണെങ്കിൽ പിന്നെ ഭാര്യൻ്റെ പേരിലും മകൻ്റെ പേരിലും നമ്മുടെ പേരിലും 3 അറക്കണമെങ്കിൽ 3 ഷെയർ വാങ്ങണം. ഇനി നമുക്ക് ഒളിയത്ത് കിട്ടണമെങ്കിൽ അതിന് 4 ഷെയർ വാങ്ങണം. എന്നിട്ട് ഓരോന്നിനും വേറെ വേറെ നെയ്യത്ത് വെക്കണം. ഓരോന്നിനും ഓരോന്നിൻ്റേതായ നെയ്യത്ത് വേറെ വേറെ വെക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ ഹക്കീക്കൻ്റെ വിഷയം പറയുകയാണെങ്കിൽ അത് ഒളിയത്തല്ലാതെ തന്നെ ഏത് കാലഘട്ടത്തിലും നമുക്ക് വേണമെങ്കിൽ ഒരു പിന്നെ മാടിനെ, ആട് ആകുമ്പോൾ ഇത് പറ്റില്ല, ഒന്ന് മാത്രമേ പറ്റുള്ളൂ. പശുവോ അല്ലെങ്കിൽ ഒട്ടകമോ ഒക്കെ ആകുമ്പോഴാണ് ഈ പറഞ്ഞ ഏണം എന്ന് പറയുന്നത്. ആ സമയത്തിലൊരു പിന്നെ പശുവിനെയോ കാളയോ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ 7 ആളുകൾ ഇത് അറക്കാത്തുണ്ടെങ്കിൽ 7 ആൾക്കും ഹക്കീക്ക തന്നെ ആക്കി നമുക്ക് അറക്കാം ഈ പറഞ്ഞതുപോലെ. അപ്പോൾ അവിടെ ഉദയത്തിൻ്റെ കാലം നോക്കേണ്ട വെച്ചാൽ ഏത് കാലത്തും അറക്കാം. ഉദയത്തിന് സമയമുണ്ടല്ലോ, അയ്യാമത്തെ ശരിക്കേണ്ട ദിവസങ്ങളിൽ പെരുന്നാളിൻ്റെ ഒന്നിൽ അറക്കാൻ പറ്റുമോ. അല്ലാത്ത സമയത്തിൽ ഒന്ന് വാങ്ങിക്കൊണ്ടുവന്ന് നമുക്കൊക്കെ അറക്കാം. ഈ പിന്നെ 3 ആൾ തന്നെ 3 ആൾ ഇറക്കാം. 7 ആൾ വരെ ഇറക്കാമെന്നാണ്. 7 ആൾ തികഞ്ഞോളന്നില്ല. 5 ആളാണെങ്കിൽ 5 ആളുടെ പേരിൽ ഹക്കീക്ക അറക്കാം. എൻ്റെതും ഭാര്യൻ്റെതും എൻ്റെ 3 കുട്ടികളുടേതും അങ്ങനെ 5 ആളുടേത്. ഭാര്യയോട് സമ്മതം വാങ്ങേണ്ടി വരും. കുട്ടിയൊക്കെ പ്രായപൂർത്തി തന്നെ അവരോട് സമ്മതം വാങ്ങേണ്ടി വരും. അല്ലാത്തവരെ ഇയാൾക്ക് തന്നെ അറക്കാം, നേരത്തെ പറഞ്ഞതുപോലെ സുന്നത്തായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ 5 ആൾക്ക് ഒരു പോത്തിന് വാങ്ങി ഇപ്പോൾ ഒന്നായിട്ടാണ് അറുത്താലും മതി എല്ലാം നെയ്യത്ത് വെച്ചിട്ട്. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് ഹക്കീക്കയിൽ. ഹക്കീക്കയും ഒളിയത്തും അങ്ങനെയും ചെയ്യാം.